ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. 7 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. ഇവിടെ ഒരു ക്ഷമയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന കർത്താവ് നടത്തുന്നതാണ് നാം വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ട്. നമ്മളെ വഞ്ചിക്കുന്ന, നമ്മളെ ചതിക്കുന്ന, നമ്മളെ അപമാനിക്കുന്ന, നമ്മളെ നിന്ദിക്കുന്ന, നമ്മളെ ദേഹോപദ്രവമേൽപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരംഗം, അത് സഭയിലെ ആകട്ടെ, വീട്ടിലെ ആകട്ടെ, ഒരു സഹോദരനാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരിയാകട്ടെ, മക്കളാകട്ടെ, സഹോദരന്മാരാകട്ടെ, ആര് തന്നെ ആയിരുന്നാലും അവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മെ അവർ വഞ്ചിക്കുകയാണ്, നമ്മെ അവർ ചതിക്കുകയാണ്, നമ്മെ അവർ ഉപദ്രവിക്കുകയാണ്, പല തരത്തിലുള്ള മുറിവുകൾ നമ്മളെ ഏൽപ്പിക്കുകയാണ്. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യവും നമ്മൾക്കെതിരെ ചെയ്തതിന് ശേഷവും നാം അവരോട് എങ്ങനെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കും? ക്ഷമിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന ഒരു കൃപയാണ്. നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുകയും അവരോട് കയ്പില്ലാതിരിക്കുകയും പകയില്ലാതിരിക്കുകയും അവരോട് ദോഷം വരണമെന്ന് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്ഷമയുടെ ഒരു പരമാർത്ഥമായ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തിയുമായിട്ട് തുടർന്ന് അനുരഞ്ജനത്തിൽ പോകണമോ വേണ്ടയോ എന്ന് നാം തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യവും അദ്ദേഹവുമായിട്ട് നാം അനുരഞ്ജനത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ, ആ വ്യക്തിയുമായിട്ട് അനുരഞ്ജനത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ നാം വീണ്ടും വീണ്ടും ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ ആ അനുരഞ്ജനത്തിൽ നിന്ന് നാം മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് ചാട്ടയടിച്ച് പലരെയും പുറത്താക്കിയിട്ടുണ്ട്. കർത്താവ് പരീശന്മാരോടും ശാസ്ത്രിമാരോടും അനുരഞ്ജനത്തിന് പോയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശൗല് ദാവീദിനെ കൊല്ലുവാനായിട്ട് പിന്തുടർന്ന് നടന്നപ്പോൾ ദാവീദ് ഒരിക്കലും ശൗലിനോട് അനുരഞ്ജനപ്പെട്ടിട്ടില്ല. പക്ഷേ ദാവീദ് ശൗലിനോട് ക്ഷമിച്ചിട്ടുണ്ട്. നമുക്കും ക്ഷമിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകാം. എന്നാൽ നമ്മളോട് മനഃപൂർവ്വമായിട്ട് നമ്മെ അപവാദം പറഞ്ഞു വരുത്തുന്നവരെ, നമ്മെ നിന്ദിക്കുന്നവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവരെ, അങ്ങനെയുള്ള നമ്മുടെ ഭവനത്തിലോ സഭയിലോ പെട്ട ഒരു വ്യക്തിയോട് നാം ക്ഷമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ അവരോട് ഒരു കയ്പില്ലാതിരിക്കുക, പകയില്ലാതിരിക്കുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള ഒരു സമാധാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ തന്നെ അവർ ഒരു ചതിയനും അപകടകാരിയുമായ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് തുടർന്ന് ഒരു അനുരഞ്ജനത്തിൽ പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. തുടർന്ന് ആ വ്യക്തിയുമായിട്ട് നമ്മൾ അനുരഞ്ജനത്തിന് പോകും തോറും വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയം മലിനപ്പെടുകയും നമ്മുടെ ഉള്ളിൽ ഒരു കയ്പും പകയും എല്ലാം പൊങ്ങി വരുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തിയിൽ നിന്നേറ്റ ആപൽക്കരമായ മുറിവുകൾ അത് ക്ഷമിക്കുവാനായിട്ട് കർത്താവിനോട് കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും ദൈവം ആ കൃപ തന്ന് നമ്മുടെ ഹൃദയത്തിലെ സമാധാനം നഷ്ടപ്പെടാതെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിരന്തരം സൂക്ഷിക്കപ്പെടേണ്ടതും ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ ദൈവം ആ വ്യക്തികളെ കൈകാര്യം ചെയ്തു എന്ന് വന്നേക്കാം. അവർ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവം ചിലപ്പോൾ അവരെ കൈകാര്യം ചെയ്തു എന്ന് വന്നേക്കാം. എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളോട് ഉടനെ അവർക്ക് ഒരു അനുഗ്രഹം ലഭിക്കുവാനോ, ഉടനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ചെയ്യുന്ന ആ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാനോ നാം ആഗ്രഹിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ദൈവം അവരെ മാനസാന്തരപ്പെടുവാനുള്ള ഒരവസരം കൊടുക്കുകയാണ്. ആ മാനസാന്തരപ്പെടുവാനുള്ള അവസരം നമ്മളായിട്ട് തള്ളിക്കളയുവാനായിട്ട് പാടില്ല. കാരണം അവർ മനം തിരിഞ്ഞു വന്നെങ്കിൽ മാത്രമേ അവർ ദൈവത്തിനും നമുക്കും കൊള്ളാകുന്ന ഒരാളായിട്ട് മാറുകയുള്ളൂ. മറ്റൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവിൻ്റെ മാതൃകയാണ് നമുക്ക് പിൻപറ്റുവാനായിട്ടുള്ളത്. നമുക്ക് നന്മകൾ വരുമ്പോൾ ആ നന്മകൾ കൊണ്ട് അവരെ സഹായിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. യോസെഫിനെ തൻ്റെ സഹോദരന്മാരെ കുയിലിട്ടു, വിജയന കച്ചവടക്കാർ വിറ്റ് കളഞ്ഞു. എന്നാൽ യോസെഫ് അവരോടതെല്ലാം ക്ഷമിച്ചതും ക്ഷാമകാലത്ത് അവരെ പരിപാലിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കാര്യത്തിൽ നാം നോക്കുമ്പോൾ കർത്താവ് അവരോട് അനുരഞ്ജനപ്പെടാനായിട്ട് പോയില്ല. അവരുടെ കപടഭക്തിയെ കർത്താവ് തുറന്നു കാണിക്കുകയുണ്ടായി. ഒരിക്കലും അവരുമായിട്ട് കർത്താവ് അനുരഞ്ജനപ്പെടുവാനായിട്ട് പോയില്ല. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തലയറുത്തെടുത്ത ഹെരോദാവ്, ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഹെരോദാവ് നിന്നെ കൊല്ലുവാനായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറയുക, ഞാൻ നാളെയും മറ്റന്നാളും ഒക്കെ ബോധങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറയാനായിട്ട് പറഞ്ഞു. കർത്താവ് അങ്ങനെയുള്ള ആ അധികാരസ്ഥാനത്തിലിരിക്കുന്നവരോട് പോലും അനുരഞ്ജനത്തിന് വേണ്ടി
ഒട്ടും ഒത്തുതീർപ്പിന് ശ്രമിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നാം നമ്മളോട്, കാരണം ആ കുറുക്കനോട് പോയി പറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവനൊരു തന്ത്രശാലിയാണ്, അവനൊരു വഞ്ചകനാണ്, അവനൊരു ചതിയനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ക്രൂശിൽ കർത്താവ് കടന്നപ്പോൾ അവിടെ തന്നെ ഉപദ്രവിച്ച, തന്നെ തുപ്പിയ, തന്നെ തല്ലിയ, തന്നെ അടിച്ച, തന്നെ നിന്ദിച്ച, തന്നെ ഒറ്റുകൊടുത്ത എല്ലാവരോടും കർത്താവ് ക്ഷമിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, നമ്മോട് തെറ്റ് ചെയ്തവരോട് നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുകയും പിതാവായ ദൈവമായിട്ടുള്ള നിരപ്പിൽ സമാധാനത്തിൽ നാം മുന്നേറുകയും ചെയ്യുകയാണ്. എന്നാൽ നമ്മെ ഉപദ്രവിച്ച വ്യക്തി അവൻ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ എന്നും സമാധാനം ഇല്ലാത്തൊരവസ്ഥയും കലങ്ങി മറയുന്ന കടൽ പോലെയും അവൻ്റെ ഹൃദയമായിരിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം ക്ഷമിക്കുക എന്നുള്ള വാക്കുപയോഗിച്ച് അത് ചൂഷണം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് നാം രക്ഷപ്പെടുകയും വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തെ മലിനപ്പെടുത്താതെ, ചതിയിലും വഞ്ചനയിലും അകപ്പെടാതെ ഒരകലം പാലിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കോണം ഇന്നത്തെ വചന കേൾവി നമുക്ക് എല്ലാവർക്കും സഹായമായി തീരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഒരു ക്ഷമിക്കുവാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. മറ്റുള്ളവർ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോൾ അവർ ഞങ്ങളെ ഏൽപ്പിച്ച മുറിവുകൾ അത് ആഴത്തിലുള്ളതായിരിക്കുമ്പോൾ തന്നെ കർത്താവേ ദൈവമേ, അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സും കൃപയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ മുറിവുകളും അമ്പുകളും അത് കർത്താവേ അത് ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഞങ്ങളെ ദൈവകൃപയിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.